സുജു ടി ബാബുവും തിയോഫിനും കൂടി ചേരുകയാണ്. സുജു നിലവിൽ സുജുവിലേക്ക് വരാം. അപ്പം തിയോഫിൻ നിലവിൽ തിയോഫിൻ നിൽക്കുന്നത് ഏത് പഞ്ചായത്തിലാണ്? നിലവിൽ അവിടുത്തെ ഒരു പോളിംഗ് ശതമാനം നേരത്തെ സാലി പറഞ്ഞത് സാലി നിൽക്കുന്ന ബൂത്തിൽ 60 പേരോളം ഇപ്പോഴുമുണ്ട്. ഇനി കേവലം 1 മണിക്കൂർ മാത്രമാണ് പോളിംഗിനുള്ളത്. പലയിടത്തും ഒരു ക്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഒരു പോളിംഗ് ശതമാനം ഇപ്പോൾ എങ്ങനെയാണ്? നിലവിൽ നിൽക്കുന്ന ഏത് സ്കൂളിലാണ്, ഏത് പഞ്ചായത്തിലാണ് തിയോഫിൻ ഇപ്പോൾ നിൽക്കുന്നത്? സുജു നമ്മൾ ചേലക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ SMT ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. 3 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ബൂത്ത് നമ്പർ 79, 80, 81. ഇതിൽ ഈ 3 ബൂത്തുകളിലും രാവിലെ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞതോടുകൂടി പോളിംഗ് മന്ദഗതിയിലായിരുന്നു. പിന്നീട് 2 മണിക്ക് ശേഷം വീണ്ടും തിരക്ക് കൂടുകയും ചെയ്തു. ഇപ്പോൾ വൈകിട്ട് കുറച്ച് സമയമായി, ഒരു 10 മിനിറ്റോളമായി തിരക്ക് കുറവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമുക്ക് പിന്നിലുള്ള ബൂത്തിൽ രാവിലെ വലിയ തിരക്കായിരുന്നു. കാരണം ഉച്ചവരെ മറ്റ് ബൂത്തുകളിൽ തിരക്ക് കുറയുമ്പോഴും ഈ ബൂത്തിൽ വളരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ ഒരുവിധം ആളുകളെല്ലാം ഉച്ചയ്ക്ക് മുൻപ് തന്നെ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് 2 ബൂത്തുകളിൽ ഒരു ശരാശരി നിരക്കിലാണ് അതിൻ്റെ ഒരു വോട്ടർമാർ വരുന്നതും വോട്ട് രേഖപ്പെടുത്തി പോകുന്നത്. എന്തായാലും വലിയ തിരക്ക് ഈ സ്കൂളിലെ 3 ബൂത്തുകളിലും ഇപ്പോൾ ഇല്ല. ഇനിയും സമയമുണ്ട്, 1 മണിക്കൂർ കൂടി ഉണ്ട്. 10 മണിക്കൂറോളം നമ്മൾ പിന്നിട്ടിരിക്കുന്നു. ഒരു 63% മുകളിലാണ് ഔദ്യോഗികമായി നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം ഇനി ഉയരുമെന്നാണ് സൂചന. പക്ഷേ ഇവിടുത്തെ ബൂത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ചേലക്കര നഗര മധ്യത്തിലുള്ള സ്കൂളാണ്. ഇവിടേക്ക് ഒരു നഗരത്തിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ ഉച്ചയ്ക്ക് ശേഷം ഒരു പോളിംഗ് കുറഞ്ഞു വരുന്നത്. പക്ഷേ ഇനിയുള്ള 1 മണിക്കൂർ ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. ആ സമയത്ത് ഇനിയും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ആളുകൾ ബാക്കിയുള്ളതുമാണ്. കാരണം ഒരുപാട് ദൂരേക്ക് സഞ്ചരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരം തിരക്കൊഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച ശേഷം വരാവുന്ന വോട്ടർമാരുണ്ട്. അങ്ങനെയുള്ളവർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ ഒറ്റപ്പെട്ട രീതിയിൽ, അതായത് അധികം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. വളരെ വേഗം തന്നെ ഇവിടുത്തെ പോളിംഗ് മുന്നോട്ട് പോകുന്നുമുണ്ട്. കൃത്യസമയത്ത് തന്നെ ഒട്ടുമിക്ക ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചിരുന്നു. ഇവിടുത്തെ ഈ 3 ബൂത്തുകളിൽ 79-ാം നമ്പർ ബൂത്തിൽ രാവിലെ ഒരു 15 മിനിറ്റോളം പോളിംഗ് വൈകിയിരുന്നു. അതിനൊരു കാരണം പോളിംഗ് മെഷീനിൽ ചെറിയൊരു തകരാറ് കാണിച്ചതാണ്. അത് പിന്നീട് സാങ്കേതിക വിദഗ്ധർ പരിശോധിച്ചത് പരിഹരിക്കുകയും